ഇതെന്താ കോഫി മാത്രമേ ഉള്ളൂ? ശരിക്കും പ്ലാൻ എന്താണ്? എന്ത്? പപ്പ ചോദിച്ചു എപ്പോഴാ കാർത്തികിന്റെ പേരൻസ് വന്ന് മീറ്റ് ചെയ്യണേന്ന്. അത് നമ്മൾ തീരുമാനിച്ചല്ലേ, രണ്ടാൾക്കും സെറ്റിൽ ആവാൻ ടൈം വേണമെന്ന്. ബിൽഗേറ്റ്സ് അതിന് ശേഷം കല്യാണം എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല. ഒരു 2 വർഷമല്ലേ? സമയത്തിന്റെ കാര്യമല്ല, 2 വീട്ടുകാരും പരസ്പരം ഒന്ന് മീറ്റ് ചെയ്യണ്ടേന്നേ പറഞ്ഞുള്ളൂ. അത് മനസ്സിലായി. പിന്നെന്താ കൺഫ്യൂഷൻ? നമ്മൾ ഒരുമിച്ചൊരു ലൈഫ് തുടങ്ങുമ്പോൾ നമ്മുടെ സ്വന്തമായിട്ടൊരു സ്പേസ് എന്നാവണ്ടേ? ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ബിഗിൻസ് അറ്റ് ഹോം. ഇറ്റ്സ് യുവർ സ്ട്രീറ്റ് അറൗണ്ട് യുവർ കമ്മ്യൂണിറ്റി, അല്ലേ? ഇതിപ്പോ ഒരു ചടങ്ങൊന്നും അല്ലല്ലോ. ആ കൊച്ചിന്റെ വീട്ടുകാരെ ഒന്ന് പരിചയപ്പെടാനല്ലേ. ഒരു കൂട്ടരെ കൊണ്ടുപോയ പിന്നെ അത് മതി മറ്റുള്ളവർക്ക് ദേഷ്യവും വിഷമവും ആവാൻ. ആ വിളിച്ചപ്പോ ഒരു ഫ്ലാറ്റ് വെക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. കഴിഞ്ഞ മാസമല്ലേ പുതിയൊരിടത്തേക്ക് മാറിയത്. ഇത് വാടകയ്ക്കല്ല, വാങ്ങാനാ. അതെ, ഇനി നിന്നോടെന്തെങ്കിലും സൂചിപ്പിച്ചാൽ തന്നെ വെറുതെ മുടക്കമൊന്നും പറയാൻ നിൽക്കണ്ട. എനിക്കതാണല്ലോ ജോലി. അതെ, പഠിച്ചു കഴിഞ്ഞ പിന്നെ എന്തെങ്കിലും കാര്യത്തിന് അവൻ നമ്മുടെ മുമ്പിൽ കൈനീട്ടിട്ടുണ്ടോ? ഞാനൊക്കെ അവൻ്റെ പ്രായത്തിലൊരു നല്ല ജോലിയെക്കുറിച്ചല്ലാതെ വീടിനെ പറ്റി ആലോചിച്ചിട്ട് പോലുമില്ല. അവൻ്റെ ഈ പ്രായത്തിൽ അവനിങ്ങനെ തോന്നിയ അത് ഈ ജനറേഷൻ്റെ പ്ലസ് ആണ്. കൊച്ചി കേരളത്തിൻ്റെ എക്കണോമിക് ഹബ്ബാണ് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്മയുടെ ഈ ഒരു പ്രോജക്റ്റ് കൊച്ചിയിൽ തന്നെ ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിച്ചത്. യങ്സ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് കൊച്ചിയിൽ. അത് അവർക്കൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് കൊച്ചിയിൽ തങ്ങി അവരുടെ ജോലികളിൽ ഏർപ്പെടുക എന്നുള്ള ആ ഒരു പ്രോസസ്സാണ് നമ്മുടെ ഈ ഒരു പുതിയ പ്രോജക്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സിറ്റിയുടെ എല്ലാ ഭാഗത്തേക്കും ആക്സസിബിൾ ആവാന്ന് വെച്ചാ ഹാർട്ട് ഓഫ് ദ സിറ്റി. അതെ, ഇതിപ്പോ കണ്ടീഷൻസ് ഒരു ലോഡ് ആയല്ലോ. പ്രൈം ലൊക്കേഷൻ, വെസ്റ്റേൺ ക്ലാസ് അമ്യൂണിറ്റീസ്, വലിയ പൂള് വേണം, ജോഗിംഗ് ട്രാക്ക് വേണം, സ്പോർട്സ് ഏരിയ വേണം. ബഡ്ജറ്റ് അതനുസരിച്ച് അതൊക്കെ ശരിയാണ്. ഒരു 10 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോഴും അബദ്ധമായും തോന്നരുതല്ലോ, അല്ലേ? നമുക്കിതുപോലെ നല്ല പച്ചപ്പും മരങ്ങളൊക്കെ ഉള്ളൊരിടത്ത് ഒരു കൊച്ചു വീടായാലും മതി. ചുറ്റിനും ഇതുപോലെ വെള്ളം ഉണ്ടെങ്കിൽ വാ. ഇതുപോലെ ഈടാക്കുന്നതിന് ഇതുപോലെ സീരിയസ്ലി. The project is located here in the Silver Sand Island, which has close proximity to the Vaitila Mobility Hub as well as the metro station. With all the modern amenities included in the project, the pricing of the units are in the affordable range. മുന്നൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. റിട്ടയർ ആയ പിന്നെ യൂട്യൂബിൽ ഓരോന്നൊക്കെ കണ്ട് അതും ഇതൊക്കെ വാങ്ങിച്ച് നടാൻ തുടങ്ങിയത്. കുട്ടാ, അച്ഛൻ്റെ അടുത്തേക്ക് പോ, അല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങും. അതത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ ഈ മിനിയേച്ചർ മാവൊക്കെ കിട്ടും, അത് അതിർത്തിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും. ഇരിക്കടോ, എന്തായി ഫ്ലാറ്റ് നോക്കണ കാര്യം? ലോൺ അപ്രൂവ് ആയി. പെട്ടെന്നായല്ലോ. ബിൽഡർ ബാങ്കുകളായിട്ട് ടൈപ്പ് ഉണ്ട്. ലോണൊക്കെ അവരെന്നെ അറേഞ്ച് ചെയ്തു. ഞാനൊക്കെ എന്തോരം കിടന്ന് ഓടിയതാ. കംപ്ലീഷൻ എപ്പോഴത്തേക്കാ? 2 ഇയേഴ്സിലാവും. അത്യാവശ്യം ഫാസ്റ്റ് ആണ്. അപ്പോ നമുക്ക് കൂടാനൊരു സ്ഥലമായി. ഇവര് നാളെ വലിയ വലിയ പ്ലാനുകളൊക്കെ ആയിട്ട് അങ്ങ് വർക്കില്ലേ, പിന്നെ ഇവരൊന്ന് കാണാൻ പോലും കിട്ടത്തില്ല. ഇപ്പൊ തൽക്കാലം പറക്കാൻ പ്ലാനില്ല. അങ്ങനെ വന്നാൽ തന്നെ റെന്റിന് കൊടുക്കും. EMI അടഞ്ഞു പോവല്ലോ. ഒരു 25-30 ആ റേഞ്ചേ വരുന്നുള്ളൂ. റെന്റിന് കൊടുത്താ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? അത് കുഴപ്പമില്ല, റെന്റ് തന്നാ മതി. അപ്പൊ ശരി, അങ്ങനെ ആ ഫ്ലാറ്റിന്റെ സ്ഥലം ഒന്ന് കാണാൻ പറ്റുമോ?